ചിലപ്പോഴൊക്കെ വാക്കുകളേക്കാൾ കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് നിശബ്ദതയാണ്. വലിയ ചീത്തവിളികളോ ബഹളങ്ങളോ ഇല്ലാത്ത, എന്നാൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത. പങ്കാളി എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി നൽകാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് മാറുക. ഇതിനെ വെറുമൊരു ദേഷ്യമെന്ന് കരുതി തള്ളിക്കളയരുത്. സൈക്കോളജി ഇതിനെ വിളിക്കുന്നത് സ്റ്റോൺ വാളിംഗ് എന്നാണ്. ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന ഏറ്റവും വലിയ വില്ലൻ. എന്താണ് ഈ സ്റ്റോൺ വാളിംഗ്? രണ്ടുപേർക്കിടയിൽ പെട്ടെന്നൊരു വൻമതിൽ ഉയരുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ. സംസാരിക്കാൻ ശ്രമിക്കുന്ന ആൾ ആ മതിലിനപ്പുറവും മിണ്ടാതിരിക്കുന്ന ആൾ ഇപ്പുറവും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യമില്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ പങ്കാളിയെ മാനസികമായി തളർത്താൻ വേണ്ടിയോ ആണ് പലരും ഈ രീതി ഉപയോഗിക്കുന്നത്. നീ എനിക്കിപ്പോൾ ഒരു വിഷയമല്ല എന്ന ക്രൂരമായ സന്ദേശമാണ് ഓരോ നിശബ്ദതയും പങ്കാളിക്ക് നൽകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം എന്നത് വെറും സംസാരമല്ല, അതവരുടെ സുരക്ഷിത ബോധമാണ്. പങ്കാളി മിണ്ടാതിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരു ശാരീരിക വേദനയേക്കാൾ വലുതാണ്. ഇതവരുടെ BP വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം തകർക്കാനും കാരണമാകുന്നു. പതിയെ പതിയെ അവരാ ബന്ധത്തിൽ നിന്ന് മാനസികമായി അകന്നു തുടങ്ങും. സ്നേഹമില്ലാത്ത വാക്കുകളേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് ഒരക്ഷരം പോലും മിണ്ടാത്ത നിങ്ങളുടെ ഈ മൗനമാണ്. എങ്ങനെ നമുക്കിത് മാറ്റാം? ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അത് അറിയിക്കുക എന്നതാണ് പ്രധാനം. എനിക്കിപ്പോൾ സംസാരിക്കാൻ മാനസികമായി കഴിയില്ല, ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് ഒരു വാക്ക് പങ്കാളിയോട് പറയാം. ആ ഒരു വാക്ക് അവർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിശബ്ദത കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പലരും തുറന്ന് സംസാരിക്കുക. തെറ്റുകൾ തിരുത്താനും പരസ്പരം മനസ്സിലാക്കാനും സംസാരത്തിലൂടെ മാത്രമേ സാധിക്കൂ.